അപ്പൊ ഗീസ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫോളേജ് ആന്തൂറിയംസ് ഒക്കെ ഇത്ര ബിഗ് ലീവ്സ് ആയി നിൽക്കുന്നത് എങ്ങനെ, ഇത്ര അടിപൊളിയായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. എന്ത് വളമാണ് ചെയ്യാറെന്ന് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. ഇപ്പം പൊതുവെ മഴക്കാലമാണ്. അപ്പം നമുക്ക് എന്തായാലും ഓർഗാനിക് ഫെർട്ടിലൈസർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഓർഗാനിക് ചെയ്യാറില്ല, എനിക്ക് ടൈം എപ്പോഴും കിട്ടാറില്ല. കാരണം അത് കുളിപ്പിക്കണം, ഒഴിക്കണം, കുറച്ച് മെനക്കേടാണ്. ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യാറുള്ള ഒരു ഫെർട്ടിലൈസറാണ് ബാസാക്കോട്ട. ഫോളേജ് പ്ലാന്റ്സിനാണെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സിനാണെങ്കിലും ഏറ്റവും ബെസ്റ്റാണ്. ഫോളേജ് പ്ലാന്റ്സിന് നമുക്ക് ഇതുപോലുള്ള ബിഗ് ലീവ്സ് ഒക്കെ വരാനും, ഞാൻ ഫോളേജ് പ്ലാന്റ്സിനൊക്കെ ഒരു 1/2 സ്പൂൺ വീതമാണ് കൊടുക്കുന്നത്. ഒരു 20-25 മണി, അതിൽ കൂടുതലാകരുത്. അതും നമുക്ക് 3 മന്ത് കൂടുമ്പോൾ ഓൺസ് എന്ന രീതിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നല്ല സൈസിലെ ലീഫുകൾ, ഈ ഒരു സൈസിലെ ലീഫുകളൊക്കെ പലരും ചോദിക്കാറുണ്ട്, ഇത്രയും വലിയ സൈസ് ലീഫൊക്കെ വെക്കാൻ എന്തോ ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ എല്ലാ പ്ലാന്റുകളുടെയും